ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് തിരുവനന്തപുരം കാട്ടാക്കടയിലെ നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിൽ വളപ്പിലെ 180 ഏക്കർ ഭൂമി നൽകാൻ സുപ്രീം കോടതി അനുമതി നൽകി. അത്യാധുനികമായ ബ്രഹ്മോസ് മിസൈൽ, തന്ത്രപ്രധാന ഹാർഡ്വെയർ നിർമ്മാണം എന്നിവയ്ക്ക് ഭൂമി അനുവദിക്കണമെന്ന് DRDO കേരളത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതിയുടെ അനുമതി തേടിയത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, ഈ ബ്രഹ്മോസിന്റെ മിസൈൽ നിർമ്മാണ യൂണിറ്റ് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. രാജ്യത്തിന്റെ അഭിമാനകരമായ ഒരു കേന്ദ്രം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്നത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. എങ്ങനെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, ഇപ്പോഴത്തെ അനുമതിയുടെ വിശദാംശങ്ങൾ? മധു, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് തിരുവനന്തപുരത്ത് ബ്രഹ്മോസിന്റെ അത്യാധുനികമായ മിസൈൽ നിർമ്മാണ യൂണിറ്റിന് സ്ഥലം അനുവദിക്കുവാൻ വേണ്ടി സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ തിരുവനന്തപുരം കാട്ടാക്കടയിലെ നെട്ടുകാൽത്തേരി ഓപ്പൺ പ്രിസണിലെ 180 ഏക്കർ ഭൂമി ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിന് കൈമാറുവാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ DRDO ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കത്തയച്ചിരുന്നു. ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഈ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ഈ ബ്രഹ്മോസിന്റെ ഒരു നിർമ്മാണ യൂണിറ്റ്, അഡ്വാൻസ്ഡ് മിസൈൽ മാനുഫാക്ചറിംഗ് യൂണിറ്റിനും അതുപോലെ തന്നെ ഈ സ്ട്രാറ്റജിക് ഹാർഡ്വെയർ മാനുഫാക്ചറിംഗ് യൂണിറ്റിനും സ്ഥലം അനുവദിക്കണമെന്ന് പറഞ്ഞ് DRDO ഒരു കത്ത് സംസ്ഥാന സർക്കാരിന് അയച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഈ സ്ഥലം സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നു. തുടർന്നാണ് ഈ കാട്ടാക്കടയിലെ ഈ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 180 ഏക്കർ സ്ഥലം കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ ഓപ്പൺ പ്രിസൺ, അതായത് ജയിലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കൈമാറണമെങ്കിൽ ഈ സംസ്ഥാന സർക്കാരിന് സുപ്രീം കോടതിയുടെ അനുമതി ആവശ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഇന്ന് ജസ്റ്റിസ് വിക്രംനാഥിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഈ സംസ്ഥാനത്തിന് ഈ 180 ഏക്കർ ഭൂമി കൈമാറുവാനുള്ള അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ബ്രഹ്മോസ് നിർമ്മാണ യൂണിറ്റ് മാത്രമല്ല, നാഷണൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി അതും സ്ഥാപിക്കുന്നതിനായി 32 ഏക്കർ ഭൂമി ഈ കാട്ടാക്കടയിൽ നൽകുവാനും കാട്ടാക്കടയിൽ നിലവിൽ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കൈമാറുവാനും സുപ്രീം കോടതി ഇന്ന് അനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന മറ്റൊരു ആവശ്യം ഈ സശസ്ത്ര സീമ ബെല്ലിന്റെ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സിനായി സ്ഥലം അനുവദിക്കണമെന്നതായിരുന്നു. 45 ഏക്കർ ഭൂമി ഈ ബറ്റാലിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് അനുവദിക്കുന്നതിനും ഈ തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ അനുവദിക്കുന്നതിനും ഉള്ള സ്ഥലം കൈമാറുവാനും സുപ്രീം കോടതി ഇന്ന് ഈ കേരള സർക്കാരിന് അനുമതി നൽകിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. തിരുവനന്തപുരത്തിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിർണായകമായ ഒരു അനുമതിയാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഈ ഓഗസ്റ്റിൽ ഈ സംസ്ഥാന സർക്കാരിനോട്, സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് DRDO ഈ ബ്രഹ്മോസിന്റെ നിർമ്മാണ യൂണിറ്റുമായി ബന്ധപ്പെട്ട് സ്ഥലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഒരു കത്ത് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം സംസ്ഥാന സർക്കാർ കണ്ടെത്തുകയും ഈ സ്ഥലം ഇപ്പോൾ കൈമാറുന്നതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ വൈകാതെ തന്നെ ആരംഭിക്കാൻ വേണ്ടി കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സുപ്രീം കോടതിയുടെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ, അതായത് നിലവിൽ 457 ഏക്കർ ഭൂമിയിലാണ് ഈ നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ സ്ഥിതി ചെയ്തത്. അവിടെ നിന്നുള്ള 257 ഏക്കർ ഭൂമിയാണ് ഈ 3 വികസന പദ്ധതികൾക്കുമായി ഇപ്പോൾ കൈമാറുവാൻ വേണ്ടി സുപ്രീം കോടതി കേരളത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ ഈ ബ്രഹ്മോസ് ഇന്ത്യയുടെ അഭിമാനമായിരുന്നു. ബ്രഹ്മോസ് അതിനുശേഷം പല രാജ്യങ്ങളിൽ നിന്നും ബ്രഹ്മോസ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയോട് പല ലോക രാജ്യങ്ങളും ബ്രഹ്മോസ് മിസൈൽ തങ്ങൾക്ക് കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ബ്രഹ്മോസിന് ആവശ്യക്കാർ ഇപ്പോൾ ഏറി വരികയാണ്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ അഡ്വാൻസ്ഡ് ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റിനായുള്ള ശ്രമങ്ങൾ ഈ കേന്ദ്ര DRDOയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിരുന്നത്. അതിനൊരു നിർമ്മാണ യൂണിറ്റിന് വേണ്ടിയുള്ള സ്ഥലം തേടിയിരുന്നു. ഈ തുടർന്ന് സംസ്ഥാന സർക്കാരിനോട് തേടുകയും സംസ്ഥാന സർക്കാർ ഈ നെട്ടുകാൽത്തേരി ജയിലിലെ ഈ സ്ഥലം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ അനുമതി തേടുകയുമാണ് ഉണ്ടായിരുന്നത്. സുപ്രീം കോടതിയിൽ ഇന്ന് ജസ്റ്റിസ് വിക്രംനാഥും ജസ്റ്റിസ് സന്ദീപ് മെഹ്തയും അടങ്ങുന്ന ബെഞ്ചാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ ഈ ആവശ്യം പരിഗണിക്കുകയും തുടർന്ന് സ്ഥലം കൈമാറുവാനുള്ള ഈ സുപ്രധാനമായ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം അതോടുകൂടി അന്തർദേശീയ ശ്രദ്ധയിലേക്ക് കൂടി വരികയാണ്. ബാലു, ഇവിടെ സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള ഒരു വലിയ പ്രോജക്റ്റ് വരികയാണ്. ദേശീയ തന്ത്രപ്രധാനമായ ഒരു മേഖലയായി നമ്മുടെ നാട്, തലസ്ഥാനം മാറാൻ പോവുകയാണ്. അത് വഴിവെക്കുന്ന ഒരു തന്ത്രപ്രധാനമായ വികസന സാധ്യതകൾ എത്രത്തോളമാണ്?
തീർച്ചയായും വലിയൊരു വികസന സാധ്യതയാണ് ഈ തിരുവനന്തപുരത്തെ കാട്ടാക്കട പ്രദേശത്ത് ഇപ്പോൾ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. കാരണം ഈ 3 പദ്ധതികളും വരുന്നതോടുകൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ആ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നേരത്തെ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു പഠനം നടത്തിയിരുന്നു. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 400-ലധികം ഏക്കർ ഭൂമി നിലവിൽ ഈ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുണ്ട്. പക്ഷേ അവിടെ സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം, അതായത് തിരുവനന്തപുരം ജില്ലാ കളക്ടർ സർക്കാരിന് നൽകിയിരിക്കുന്ന കണക്കുകൾ പ്രകാരം ഏതാണ്ട് 200 ഏക്കർ പ്രദേശം മാത്രമാണ് ഈ തുറന്ന ജയിലിന് ആവശ്യമായി വരുന്നത്. കാരണം അന്തേവാസികൾക്ക് പാർപ്പിക്കുന്നതിനും അവിടെ തുറന്ന ജയിലിന്റെ ഭാഗമായുള്ള മറ്റ് നടപടികൾക്കുമൊക്കെ വരുന്നത്. എന്നാൽ ബാക്കിയുള്ള പ്രദേശങ്ങൾ നിലവിൽ കാര്യമായി അങ്ങനെ ഉപയോഗിക്കപ്പെടാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ പ്രദേശത്താണ് ഒരുപക്ഷെ കേരളം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ വികസന കുതിപ്പിൽ തന്നെ നിർണായകമായ പങ്ക് വഹിക്കാവുന്ന ഈ 3 പദ്ധതികൾ വരാൻ വേണ്ടി പോകുന്നത്. ഇതിൽ സംസ്ഥാനം, പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലക്, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവരൊക്കെ ഈ പദ്ധതിക്ക് വേണ്ടി കാര്യമായ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. ഈ കേന്ദ്രം ഈ സ്ഥലം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഈ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ നടത്തിയിരുന്നു. തുടർന്ന് അഡ്വക്കേറ്റ് ജനറലുമായി കൂടിയാലോചന നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതിയിൽ നിന്ന് ഈ 3 പദ്ധതികൾക്കുമായുള്ള സ്ഥലം കൈമാറുന്നതിനുള്ള അനുമതി ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിരിക്കുന്നത്. മധു. ശരി, ബി ബാലഗോപാലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്ക് പ്രതിരോധ രംഗത്ത് വലിയ അഭിമാനമാണ് നമ്മുടേത്. കഴിഞ്ഞ തിങ്കളാഴ്ചയും ഒരു വലിയ പരീക്ഷണം നടത്തി കൃത്യതയും അതിൻ്റെ പ്രഹരശേഷിയും ഒക്കെ വീണ്ടും വിജയിപ്പിച്ച് നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബ്രഹ്മോസ് മിസൈലിന്റെ പേരിൽ തന്നെ അഭിമാനാർഹമായ നിലയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ ആത്മനിർഭരതയുടെ തെളിവായി ഒരൊറ്റ പേരായി ബ്രഹ്മോസ് മാറി നിൽക്കുന്നു. അതിനിടയിലാണ് ഈ മിസൈൽ നിർമ്മാണ യൂണിറ്റ് തിരുവനന്തപുരത്തേക്ക് വരുന്നു. നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിലിൽ 150 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള തീരുമാനം, അനുമതി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളതടക്കമുള്ള വാർത്തകൾ, വളരെ അഭിമാനാർഹമായ വാർത്തകൾ നമ്മളെ തേടിയെത്തുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.